എല്ലാവർക്കും അവരവരുടേതായ സമയം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ബുദ്ധൻ വരേണ്ട സമയത്ത് ബുദ്ധനാണ് വരേണ്ടത്, ക്രിസ്തു വരേണ്ട സമയത്ത് ക്രിസ്തുവാണ് വരേണ്ടത്, മുഹമ്മദ് വരേണ്ട സമയത്ത് മുഹമ്മദ് വരണം, മഹാത്മാഗാന്ധി വരേണ്ട സമയത്ത് മഹാത്മാഗാന്ധി വരണം, പരമാത്മാവ് വരേണ്ട സമയത്ത് പരമാത്മാവ് വരും. കാലാതീതനായ ഭഗവാനും കാലത്തിന്റെ ആ സംഗമത്തിൽ, നമ്മളതുകൊണ്ട് ഈശ്വരൻ പറയാറുണ്ട് സംഗമേശ്വരൻ. ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാത്രിയാണെന്ന് വെച്ചാൽ രാത്രിയല്ല, പകലായിട്ടുണ്ടോ? പകലുമല്ല. അപ്പൊ രാത്രിയും പകലും അല്ലാത്ത ഒരു സമയത്ത് ദേവതയും മനുഷ്യനും അല്ലാത്ത ഒരു ശക്തി, അതാണ് ഈശ്വരൻ, പരമാത്മാവ്. ആ പരമാത്മാവ് വന്ന് അസുര സംഹാരം നടത്തും. നരനെ നാരായണനാക്കി ഉയർത്തും, നാരിയെ ലക്ഷ്മിയാക്കി ഉയർത്തും, പതിതരെ പാവനമാക്കും, നരകത്തെ സ്വർഗമാക്കി മാറ്റും. കാലത്തിന്റെ ആ ചക്രം മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് ഉറപ്പായി? കാലം മാറും. ഈശ്വരൻ പറയാണ് എല്ലാ കൽപ്പത്തിലും മാറ്റിയിട്ടുണ്ട്, കൽപ്പകൽപ്പങ്ങളിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. 5000 വർഷം കൂടുന്ന ഒരു ചതുർയുഗത്തിന്റെ പീരീഡിനാണ് കൽപ്പം എന്ന് പറയുന്നത്.